ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങ അച്ചാറിന് നല്ല പഴുത്ത നാരങ്ങ തന്നെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. നാരങ്ങ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ കട്ടിംഗ് ബോർഡിലോ കത്തിയിലോ ഒന്നും ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം പാടില്ല കേട്ടോ. അങ്ങനെ നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് കടുക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. കടുക് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കടുക് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കാൻ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10-15 സെക്കൻഡോളം ഇളക്കി കൊടുക്കാം. ഞാനിവിടെ സാധാ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നാരങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉണ്ട്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ പകർത്താൻ എടുക്കുന്ന കുപ്പിയിൽ വെള്ളമയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നാരങ്ങ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിൽ നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്